ഒരു കഥ സൊല്ലിടുമ. പഴയൊരു കാലത്തിന്റെ ഓർമ്മകളിലേക്ക് മനസ്സ് തിരികെ നടക്കുമ്പോൾ 8ാം ക്ലാസ്സിലെ ആ മഴക്കാലമാണ് അപ്പുവിന്റെ ഉള്ളിൽ ആദ്യം തെളിയുക. അവനാകെ കൂടി ഒരേ ഒരു സ്കൂൾ യൂണിഫോം മാത്രമാണ് ഉണ്ടായിരുന്നുള്ളൂ. വൈകുന്നേരം കളി കഴിഞ്ഞ് ചളി പുരണ്ടു വരുന്ന ഷർട്ട് അന്ന് തന്നെ കഴുകി ഉണക്കാനിടും. പിറ്റേന്ന് രാവിലെ അതിട്ട് വേണം സ്കൂളിൽ പോകാൻ. അന്ന് കറണ്ടിന്റെ ഇലക്ട്രിക് അയൺ ബോക്സുകളൊന്നും ഇല്ലാത്ത കാലമാണ്. അതുകൊണ്ട് തന്നെ ചിരട്ട കനലാക്കി മാറ്റുന്ന ഇരുമ്പ് തേപ്പ് പെട്ടികളായിരുന്നു അന്നത്തെ വീടുകളിലെല്ലാം. തോരാതെ പെയ്ത ഒരു കർക്കിടക മാസത്തിലെ ഒരു രാത്രിയായിരുന്നു. തലേന്ന് കഴുകിയിട്ട ഷർട്ട് ഒട്ടും ഉണങ്ങിയിട്ടുമില്ല. നനഞ്ഞ ഷർട്ട് എങ്ങനെയെങ്കിലും ഉണക്കിയെടുക്കാൻ ചിരട്ടക്കനൽ നിറച്ച് തേപ്പ് പെട്ടി അതിവേഗം ശരിയാക്കി. പെട്ടെന്നാണ് ആ ദുരന്തം സംഭവിച്ചത്. ആ തേപ്പ് പെട്ടിയിൽ നിന്ന് തെറിച്ച ഒരു ചെറിയ ചിരട്ടക്കനൽ, ആ ചെറിയ കഷ്ണം നേരെ വീണത് ഷർട്ടിന്റെ പോക്കറ്റിന്റെ തൊട്ട് മുകളിലാണ്. അത് വീണതും അപ്പുവിന്റെ നെഞ്ച് വല്ലാതെ പിടഞ്ഞു. തുണി കരിഞ്ഞ് അവിടെ ഒരു വൃത്തികെട്ട ഒരു ദ്വാരം വീണിരിക്കുന്നു. പിറ്റേന്ന് സ്കൂളിൽ പോയ അപ്പുവിന് അതൊരു അഗ്നി പരീക്ഷയായിരുന്നു. പോക്കറ്റിന് തൊട്ട് മുകളിലായതുകൊണ്ട് തന്നെ കാണുന്നവരുടെ എല്ലാം കണ്ണ് ആദ്യം ആ ദ്വാരത്തിലേക്കാണ് പോയത്. കൂട്ടുകാർ അവനെ കളിയാക്കാനും ആ ദ്വാരത്തിൽ വിരലിട്ട് ചിരിക്കുവാനും തുടങ്ങി. അതോടെ അപ്പുവിന്റെ ജീവിതത്തിന്റെ സമാധാനം നഷ്ടപ്പെട്ടു. ആളുകളുടെ നോട്ടത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ അവൻ എപ്പോഴും ബാഗോ പുസ്തകമോ നെഞ്ചത്ത് ചേർത്ത് പിടിച്ചു നടന്നു. സങ്കടം സഹിക്കാൻ വയ്യാതെ അവൻ അമ്മയോട് കരഞ്ഞു പറഞ്ഞു, അമ്മേ, എനിക്കൊരു പുതിയ ഷർട്ട് വേണം, പുതിയൊരു യൂണിഫോം വേണം, എല്ലാവരും എന്നെ കളിയാക്കുന്നു. പക്ഷേ ദാരിദ്ര്യം നിറഞ്ഞ ആ കുടുംബത്തിന് മറ്റൊരു യൂണിഫോം ഒന്ന് വാങ്ങാനുള്ള സാമ്പത്തികമില്ലായിരുന്നു. അമ്മ കൈമലർത്തി, ഈ വർഷം ഇങ്ങനെ അങ്ങ് പോട്ടെ മോനെ, വേണമെങ്കിൽ തയ്യൽ കടയിൽ കൊടുത്ത് ഒരു കഷ്ണം തുണി വെച്ച് തയ്പ്പിച്ചു തരാം. ഒരു കണ്ടം വെച്ച ഷർട്ടിട്ട് സ്കൂളിൽ പോകുന്നത് ഓർക്കാൻ പോലും ആ 8ാം ക്ലാസ്സുകാരന് അപ്പുവിന് കഴിയുമായിരുന്നില്ല. അത് അവന്റെ ആത്മവിശ്വാസത്തെ പാടെ തകർത്ത് കളയുമായിരുന്നു. ആ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ അപ്പുവിന്റെ കൊച്ചുബുദ്ധി പല വഴിക്ക് സഞ്ചരിച്ചു. അയലത്തെ ആശാരി ദാസേട്ടന്റെ അടുത്ത് അവൻ ഓടിയെത്തി. ദാസേട്ട, ഈ ഫെവിക്കോൾ കൊണ്ട് തുണി ഒട്ടിക്കാൻ പറ്റുമോ? ദാസേട്ടൻ തിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇതുകൊണ്ട് ഒട്ടിക്കാൻ പറ്റില്ലടാ, വിട്ടുപോരും. ഗൾഫിലൊക്കെ തുണി ഒട്ടിക്കുന്ന പശയുണ്ടെന്ന് കേട്ടിട്ടുണ്ട്, ഇവിടെ ഒന്നും അതില്ല. പക്ഷേ നീ അതൊരു തയ്യൽക്കാരന് കൊടുത്തോളൂ. പക്ഷെ അപ്പു തോറ്റു കൊടുക്കാൻ തയ്യാറായില്ല. രാത്രിയുടെ നിശബ്ദതയിൽ അവൻ ഒരു ഡോക്ടറെ പോലെ ചിന്തിക്കാൻ തുടങ്ങി. ഒടുവിൽ അവൻ ആ രഹസ്യം കണ്ടെത്തി. ഷർട്ടിന്റെ ബട്ടൺ തയ്ക്കുന്ന ഭാഗം, ഉള്ളിലേക്ക് മടക്കിയിരിക്കുന്ന ഭാഗമുണ്ടല്ലോ, അത് പുറമെ കാണാത്ത വിധത്തിൽ ഒരു ചെറിയ കഷ്ണം തുണി അവൻ ബ്ലേഡ് വെച്ച് അതീവ ജാഗ്രതയോടെ മുറിച്ചെടുത്തു. പിന്നീട് ഒരു ഓപ്പറേഷൻ തിയേറ്ററിലെ സർജനെ പോലെ സൂചിയും നൂലുമെടുത്ത് അതീവ സങ്കീർണമായ ഒരു തുന്നലിലൂടെ ആ ദ്വാരത്തിന് മുകളിൽ അവൻ ആ തുണി വെച്ചു പിടിപ്പിച്ചു. പെട്ടെന്ന് നോക്കിയാൽ ആർക്കും കണ്ടുപിടിക്കാൻ പറ്റാത്ത വിധം മനോഹരമായ ഒരു തുന്നൽ. അതവന്റെ വലിയൊരു അതിജീവനമായിരുന്നു. കാലത്തിന്റെ മാറ്റം നമുക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ വർഷങ്ങളവിടെ കടന്നുപോയി. അപ്പു വളർന്നു, ഒരു വലിയ നിലയിലായി, അവനും മക്കളായി. ഇന്ന് പ്രകൃതിക്കൊന്നും വലിയ മാറ്റമില്ല, ആ ഗ്രാമത്തിനും മാറ്റമില്ല. സ്കൂളിലൊക്കെ മാറ്റം വന്നു കേട്ടോ. അന്നത്തെ പോലെ തന്നെ വെയിലും മഴയും എല്ലാം ഉണ്ട്. പക്ഷേ മനുഷ്യരുടെ ജീവിത സാഹചര്യങ്ങളെല്ലാം മാറി. ഇന്ന് അപ്പു തൻ്റെ മക്കൾക്ക് സ്കൂൾ യൂണിഫോം എടുക്കുമ്പോൾ ഒന്നല്ല 2ഓ 3ഓ ജോഡി കൂടുതൽ എടുക്കും, എക്സ്ട്രാ വാങ്ങും. കാരണം തൻ്റെ കുട്ടിക്കാലത്തെ ആ വലിയ മാനസിക സങ്കടം മക്കൾ അറിയരുതെന്ന് അവൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ഇന്നത്തെ കുട്ടികളെ കാണുമ്പോൾ അപ്പുവിന് അത്ഭുതവും സങ്കടവുമുണ്ട്. അന്നത്തെ കുട്ടികൾ ഒരു കീറിയ ഷർട്ടിന്റെ പേരിൽ പരിഹസിക്കപ്പെട്ടിട്ടും പരിമിതികളെ സ്വന്തം ബുദ്ധി കൊണ്ട് അതിജീവിച്ച് ജീവിതത്തോട് പോരാടി ജയിച്ചു. ഇന്നത്തെ കുട്ടികളെ നോക്കിയാൽ അവർക്ക് എല്ലാ ആധുനിക സൗകര്യങ്ങളുണ്ട്, ബ്രാൻഡഡ് വസ്ത്രങ്ങൾ, മികച്ച ഭക്ഷണമുണ്ട്, ജീവിതത്തിൽ ഒരു കുറവും അവർ അറിയുന്നില്ല. പക്ഷേ ഒരു A+ കുറഞ്ഞാലേ, അല്ലെങ്കിൽ മാതാപിതാക്കൾ എന്തെങ്കിലും ഹർട്ട് ചെയ്ത രീതിയിൽ വഴക്ക് പറഞ്ഞാലേ അവൻ ആത്മഹത്യയെ പറ്റിയാണ് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ മയക്കുമരുന്ന് പോലെയുള്ള ലഹരി വസ്തുക്കളിലേക്കൊക്കെയാണ് അവന്റെ കണ്ണു പോകുന്നത്. അപ്പുവിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് ഒന്ന് മാത്രമാണ്, ജീവിതത്തിലെ കുറവുകളാണ് മനുഷ്യനെ കരുത്തനാക്കുന്നത്. ഇന്നത്തെ മാതാപിതാക്കൾക്ക് മക്കൾക്ക് എല്ലാ സൗകര്യങ്ങളും കൊടുക്കുമ്പോഴും ജീവിതത്തിലെ ചെറിയ പരാജയങ്ങളെയും കുറവുകളെയും എങ്ങനെ അഭിമുഖീകരിക്കണമെന്ന് പഠിപ്പിക്കാൻ കൂടി മറന്നു പോവുകയാണ്. എല്ലാ കുറവുകളെയും അംഗീകരിക്കാനും പ്രതിസന്ധികളിൽ തളരാതെ ജീവിതം തുന്നിക്കെട്ടി മുന്നോട്ട് പോകുവാനുള്ള ഒരു മാനസികമായ ഒരു ബലമാണ് ഇന്നത്തെ തലമുറയ്ക്ക് നമ്മൾ പകർന്നു നൽകേണ്ടത്. എല്ലാവർക്കും ഒരു നല്ല ചിന്ത നൽകിക്കൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി.